നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 9 വർഷമായി ഇടതുമുന്നണിയുടെയും പിണറായി വിജയന്റെയും ഒപ്പം അടിയുറച്ചു നിൽക്കുന്ന ഓർത്തഡോക്സ് സഭ ഇപ്പോൾ പതിയെ UDFിലേക്ക് ചായുകയാണ്. ഓർത്തഡോക്സ് സഭ CPMമായി അടുത്തുവെന്ന് മാത്രമല്ല, ഓർത്തഡോക്സ് സഭ സെക്രട്ടറിയുടെ ഭാര്യയായ വീണ ജോർജ് തിരഞ്ഞെടുപ്പിൽ നിന്ന് CPM സ്ഥാനാർത്ഥിയിൽ നിന്ന് മത്സരിച്ച് ജയിച്ച് ആരോഗ്യമന്ത്രി വരെയായി. അത്ര കടുപ്പമാണ് ഓർത്തഡോക്സ് സഭയും CPMും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ കഴിഞ്ഞ 9 വർഷത്തെ CPM പിണറായി ഭരണം ഓർത്തഡോക്സ് സഭയുടെ മനം മടുപ്പിന് കാരണമാക്കിയിട്ടുണ്ട്. ഇനി ഏതായാലും UDF പക്ഷത്തേക്ക് ചായാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഓർത്തഡോക്സ് സഭ. കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ ഗണ്യമായ സ്വാധീനമുള്ള സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. മനോരമ ഉൾപ്പെടെ, മുത്തൂറ്റ് ഉൾപ്പെടെയുള്ള മഹാസ്ഥാപനങ്ങളെല്ലാം ഓർത്തഡോക്സ് വിഭാഗക്കാരുടെ കയ്യിലാണ്, അല്ലെങ്കിൽ അവരുടെ സ്വന്തം സ്ഥാപനങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓർത്തഡോക്സ് സഭയ്ക്ക് ഗണ്യമായ സ്വാധീനം പൊതുവെ കേരള രാഷ്ട്രീയത്തിലുണ്ട്. അംഗസംഖ്യ അല്പം കുറവാണ്, ഏതാണ്ട് 7 ലക്ഷം പേരേ ഉള്ളൂ അംഗസംഖ്യ ആ സഭയിൽ എന്നൊക്കെ പറയുമെങ്കിലും ഓർത്തഡോക്സ് സഭയ്ക്ക് വലിയൊരു സ്വാധീനം പൊതുവെ കേരളീയ സമൂഹത്തിലുണ്ട്. കഴിഞ്ഞ 2014 വരെ UDFിനോട് വളരെയേറെ അടുത്തു നിന്നിരുന്ന സഭയായിരുന്നു ഓർത്തഡോക്സ് സഭ. സഭാ തർക്കത്തിൽ ആ സഭാംഗം കൂടിയായ ഓർത്തഡോക്സ് സഭാംഗം കൂടിയായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സഭാതർക്കത്തിൽ നിഷ്പക്ഷ നിലപാട് കൈക്കൊണ്ടു എന്ന് ആരോപിച്ചാണ് ആദ്യമായി ഓർത്തഡോക്സ് സഭ ഇടതുമുന്നണിയോട് അല്പമൊന്ന് ചാരുന്നത്. ഉമ്മൻചാണ്ടിയെ ഇനി വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും, അയാൾ ഓർത്തഡോക്സുകാരനാണെങ്കിലും നമ്മളെ ചതിക്കുമെന്നും ഓർത്തഡോക്സ് സഭയുടെ വൈദികന്മാർ പലയിടത്തും പറഞ്ഞു വരുത്തി. കാരണം യാക്കോബായ സഭയും ഓർത്തഡോക്സ് സഭയും തമ്മിലുള്ള കഴിഞ്ഞ നൂറ്റാണ്ടുകൾ നീളുന്ന പോരാട്ടത്തിൽ, ഏതാണ്ട് 90 വർഷത്തിലധികം കാലം നീണ്ട ഈ പോരാട്ടത്തിൽ സഭാംഗമായ ഓർത്തഡോക്സ് സഭാംഗമായ അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിഷ്പക്ഷ നിലപാട് കൈക്കൊണ്ടു. യാക്കോബയുടെ ഒപ്പം ഇല്ല, ഓർത്തഡോക്സുകാരുടെ ഒപ്പം ഞാനില്ല എന്നുള്ള നിലപാട് കൈക്കൊണ്ടതാണ് ഓർത്തഡോക്സ് സഭയെ യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിക്കും കോൺഗ്രസിനുമെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചത്. ഇതൊക്കെ മനസ്സിലാക്കിയ പിണറായി വിജയൻ അപ്പോൾ തന്നെ ഓർത്തഡോക്സ് സഭാ നേതൃത്വത്തിന് കൈകൊടുക്കുകയും ചെയ്തു. 2015 മുതൽ ഓർത്തഡോക്സ് സഭ ഏതാണ്ട് പൂർണ്ണമായും CPMനും പിണറായി വിജയനും ഒപ്പമാണ്. അങ്ങനെയാണ് വീണ ജോർജ് സ്ഥാനാർത്ഥിയായത്. പ്രത്യേകിച്ച് കാര്യമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്ത വീണ ജോർജ് അവരുടെ സഭ, ഓർത്തഡോക്സ് സഭയുടെ സെക്രട്ടറിയുടെ ഭാര്യ എന്ന നിലയിൽ ആറന്മുളയിൽ 2016 സ്ഥാനാർത്ഥിയാവുകയും ജയിച്ച് MLA ആവുകയും 2021 അവർ ആരോഗ്യമന്ത്രി ആവുകയൊക്കെ ചെയ്തത്. ഇപ്പൊ ഏതായാലും ഓർത്തഡോക്സ് സഭയ്ക്ക് CPMനെയും പിണറായി വിജയനെയും അടുത്തു കഴിഞ്ഞു. കാരണം സഭാ തർക്കത്തിലൊരു വിധിയുണ്ടായി. യാക്കോബായ സഭയുടെ പള്ളികളെല്ലാം ഓർത്തഡോക്സ് സഭയുടെ ആണെന്നും യാക്കോബായ സഭ എന്നുള്ള സഭ നിലനിൽക്കുന്നില്ലെന്നും ആ സഭയുടെ പള്ളികളും സ്വത്തുക്കളും എല്ലാം ഓർത്തഡോക്സ് സഭയ്ക്ക് കീഴിലാണെന്നുമുള്ള സുപ്രീം കോടതിയുടെ നിർണായകമായ വിധി വന്നു. എന്നിട്ടും ആ വിധി നടപ്പാക്കാൻ പിണറായി സർക്കാർ തയ്യാറാകുന്നില്ലെന്നുള്ള പരാതി കുറച്ച് നാളുകളായി ഓർത്തഡോക്സ് സഭയ്ക്കുണ്ട്. യാക്കോബായ സഭയുടെ പള്ളികളും സ്വത്തുക്കളും പിടിച്ചെടുത്ത് ഓർത്തഡോക്സ് സഭയ്ക്ക് നൽകണമെന്ന ഓർത്തഡോക്സ് സഭ മേലധ്യക്ഷന്മാരുടെ ആവശ്യത്തെ അംഗീകരിക്കാൻ പിണറായി വിജയൻ തയ്യാറായില്ല. കാരണം യാക്കോബായ സഭ പണ്ട് മുതലേ CPMന്റെ ഏറ്റവും അടുത്ത ആൾക്കാരാണ്. പലപ്പോഴും യാക്കോബായ കേന്ദ്രങ്ങളിൽ CPM സ്ഥാനാർത്ഥികൾ ജയിക്കാറുമുണ്ട്. CPM സ്ഥാനാർത്ഥികൾക്ക് അകമഴിഞ്ഞ പിന്തുണ തെരഞ്ഞെടുപ്പുകളിൽ യാക്കോബായ സഭ നൽകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ യാക്കോബായ സഭയെ കൈവടിയാൻ പിണറായി വിജയൻ ഒരിക്കലും ഒരുക്കമല്ല. അതുകൊണ്ട് തന്നെ പിണറായി വിജയനുമായിട്ടുള്ള മധുവിധ അവസാനിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇനി UDFന്റെ പക്ഷത്തേക്ക് ചായാമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് സഭ നീങ്ങുന്നത്. കാരണം വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമെന്നുള്ളൊരു തോന്നൽ ഉണ്ടായതോടെ സഭ പതിയെ പ്ലേറ്റ് മാറ്റിവെച്ചു, പ്ലേറ്റ് മാറിച്ചവിട്ടി. ഇപ്പോൾ UDFിലേക്ക് ചായാനുള്ള നീക്കമാണ് ഓർത്തഡോക്സ് സഭ നടത്തുന്നത്. നേരത്തെ പിണറായി വിജയന് വേണ്ടി കൈയടിക്കാനും പാട്ടുപാടാനും വീണ ജോർജിനെ ജയിപ്പിക്കാനും എല്ലാം ഓർത്തഡോക്സ് സഭയുടെ വൈദികർ നേരിട്ട് ഇറങ്ങി ഓരോ വീടുകളിലും കയറി ഇറങ്ങുകയായിരുന്നു. പിണറായി വിജയൻ ഇന്ത്യ കണ്ട മഹാനായ നേതാവാണെന്ന് പ്രസംഗിച്ച ഓർത്തഡോക്സ് സഭ വൈദികരുമുണ്ട്. ഇതെല്ലാം ആ മതവിധമെല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ സഭാ തർക്കത്തിൽ അതോടൊപ്പം തന്നെ ഭരണം മാറി വരുമെന്നുള്ള സൂചന വന്നതോടുകൂടി ഓർത്തഡോക്സ് സഭ പൊതുവെ UDF പക്ഷത്തേക്ക് ചായുകയാണ്, കോൺഗ്രസ് പക്ഷത്തേക്ക് ചായുകയാണ്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, യാക്കോബായ സഭയുടെ പള്ളികൾ പിടിച്ച് ഓർത്തഡോക്സ് സഭയ്ക്ക് കൊടുക്കാൻ അത് സുപ്രീം കോടതി വിധിയുണ്ടെങ്കിലും പിണറായി വിജയൻ വിചാരിച്ചാൽ എളുപ്പത്തിൽ നടക്കുന്ന കാര്യമൊന്നുമല്ല. അത് ഇരു സഭകൾക്കും അറിയാം. പക്ഷേ പിണറായി അക്കാര്യത്തിൽ യാക്കോബായ സഭയെ സഹായിക്കുന്ന ഒരു നിലപാടെടുത്തോ എന്നുള്ള സംശയം ഓർത്തഡോക്സ് സഭയ്ക്ക് ഉണ്ടായതുകൊണ്ടാണ് ഇനി പിണറായിയുടെ ഒപ്പം നിന്നിട്ട് കാര്യമില്ല. ഒന്നാമത് ഭരണം മാറും, പിണറായി ദുർബലനായി തുടങ്ങി. അതുകൊണ്ട് ഇനി UDF പക്ഷത്തേക്ക് നീങ്ങുന്നതാണ് നല്ലത്. അതുകൊണ്ട് 9 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഓർത്തഡോക്സ് സഭ പതിയെ UDF പക്ഷത്തേക്ക് നീങ്ങുകയാണ്.